ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരുപാട് മസാല ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ കറിയെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി കറിയാണ്. നമ്മളിവിടെ തക്കാളി കറി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഏകദേശം ഒരു 5 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 5 സവാള നീളത്തിനരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വഴറ്റേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൽ ഞാനിങ്ങനെ കട്ടയാക്കി എപ്പോഴും വെക്കുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ 1.5 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ കട്ടയൊന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കളറാണ് കേട്ടോ എടുത്ത് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ആവശ്യത്തിൽ കൂടുതൽ മസാല ഒന്നും ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ വേണമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക അത് ഒരു കുഞ്ഞു പീസോളം ഒരു മസാലയ്ക്ക് വേണ്ടി ഒരു മണത്തിനുണ്ടല്ലോ, അതിന് വേണ്ടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമുക്ക് മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട. ഇത്ര മാത്രമേ നമുക്ക് മസാലയായിട്ട് ആവശ്യമുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റോസ്റ്റിന് നമ്മൾ വെള്ളം ചേർക്കില്ല കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ഈ എണ്ണയിലും ഈ ഒരു ഉള്ളിയുടെയും ഈ ഒരു തക്കാളിയുടെയൊക്കെ വെള്ളത്തിലാണ് ഇത് നന്നായിട്ട് കുക്കായി കിട്ടുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഈ ഇപ്പോൾ ചേർത്ത മസാലയുടെ മണം ഒന്ന് മാറി വരാനായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനോട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. അതായത് തക്കാളിയും പച്ചമുളകുമാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിക്ക് ആവശ്യമായിട്ട് എടുക്കാം. കാരണം ഇത് നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു പച്ചമുളകിൻ്റെ എരി വേണം ഈ ഒരു കറിക്ക് എടുത്ത് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ തക്കാളി ഇട്ടതിന് ശേഷം പിന്നെ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യരുത്. കറക്റ്റ് അടച്ച് വെച്ച് 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് മാത്രം പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുക. അതാണ് ഈ ഒരു കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കണം. അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മസാലയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയിൽ എന്തായാലും എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ 1 ഡേ ഗ്യാപ്പിൽ രാവിലെ 10 മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അവിടെ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.